വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. സിന്ദഗി കാ സഫർ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. സിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതം, സഫർ എന്ന് പറഞ്ഞാൽ യാത്ര. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ജീവിത യാത്ര എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഈ പാഠത്തിൽ നമുക്ക് 3 ഹൈക്യുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 ആൾക്കാർ എഴുതിയ ഹൈക്യു. ഹൈക്യു എന്ന് പറഞ്ഞാൽ 3 വരിയുള്ള കവിതകളെ പറയുന്ന പേരാണ് എന്ത്? ഹൈക്യു എന്ന് പറയുന്നത്. കവിത എന്ന് പറയാൻ പറ്റില്ല, 3 വരി ഉണ്ടാവുള്ളൂ. ഇതിന്റെ പ്രത്യേകത, ഹിന്ദിയിലെ ഹൈക്യുവിന്റെ പ്രത്യേകത, ആദ്യത്തെ വരിയിൽ 5 അക്ഷരങ്ങളും 2ാമത്തെ വരിയിൽ 7 അക്ഷരങ്ങളും അടുത്ത വരിയിൽ വീണ്ടും ഒരു മിനിറ്റ് മക്കളെ. ഓക്കെ, അടുത്ത വരിയിൽ 5 അക്ഷരമാണ് ഉണ്ടാവുക. അതായത് ആദ്യ വരിയിൽ 5 അക്ഷരം, പിന്നത്തെ വരിയിൽ 7 അക്ഷരം, പിന്നത്തെ വരിയിലും 5 അക്ഷരം. അങ്ങനെ ഒരു ഹൈക്യൂല് ഇത്രയും 3 വരികളിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ എപ്പോഴും കേട്ടോ. ഇത് 3 ആൾക്കാർ എഴുതിയ ഹൈക്യു ആണ്. ഇനി ഹൈക്യു എല്ലാ ഭാഷയിലും ഉണ്ടാവും, പക്ഷെ ഇതേ നിയമമായിരിക്കില്ല അതിൽ പാലിക്കുന്നുണ്ടാവുക. അതായത് ഇതിലിപ്പോ ഹിന്ദിയിൽ ഇങ്ങനെ 5 അക്ഷരം 7 അക്ഷരം 5 അക്ഷരം അങ്ങനെയാണല്ലോ. പക്ഷെ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ വേറെ രീതിയിലായിരിക്കും, വേറെ ഭാഷകളിൽ അങ്ങനെയായിരിക്കും. അപ്പൊ എല്ലാ ഭാഷയിലും എന്തുണ്ട്? ഹൈക്യു ഉണ്ട്. ഈ ഹൈക്യു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജപ്പാനിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ജപ്പാനിലുള്ള ആൾക്കാർ എഴുതിയിരുന്ന അവിടെ നിന്ന് ഉണ്ടായതാണ് ഈ ഹൈക്യു എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മള് സുരംഗമ യാദവ് എന്ന് പറയുന്ന മാഡത്തിന്റെ ഹൈക്യു ആണ് ആദ്യത്തത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഹൈക്യു വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് അതിനുശേഷം അതിന്റെ ഇന്നർ മീനിങ് പറയാം. ഓക്കെ, അപ്പൊ മാഡം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല്, സൂഖായ ഭാത് സൂഖായ ഭാത് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. അതായത് വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും സാഹബ് എന്ന് പറഞ്ഞാൽ യജമാനന്റെ മുറ്റത്ത് എന്താണ്? എപ്പോഴും ചെറുതുള്ളികൾ മാത്രം എന്നാണ് പറയുന്നത്. ചെറുതുള്ളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ പറഞ്ഞേ? വരൾച്ച, സൂഖായ ഭാത് കേട്ടോ. വരൾച്ച, വെള്ളപ്പൊക്കം കേട്ടാ. വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും യജമാനന്റെ മുറ്റത്ത് എപ്പോഴും ഉണ്ടാവുക എന്താന്നാ പറയണേ? ചെറിയ തുള്ളികളായിരിക്കും എന്നാണ്. ഇനി ഇതിന്റെ എന്താ പറയുക, ഇന്നർ മീനിങ് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് മുതലാളിത്ത വ്യവസ്ഥ, അതായത് ഒരു യജമാനൻ ഉണ്ടെങ്കിൽ അവിടെ യജമാനും തൊഴിലാളിക്കും ഒരേ രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ ഉണ്ടാവുക. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ യജമാനൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് നല്ല കറികളൊക്കെ കൂട്ടി ഫുഡ് കഴിക്കുന്ന നേരത്ത് തൊഴിലാളി എന്താണ്? നിലത്തിരുന്നിട്ടായിരിക്കും ഫുഡ് കഴിക്കുക, എല്ലാ കറിയും കിട്ടില്ല. വ്യത്യാസം, സമത്വമില്ലായ്മ. അത് അവിടെ പണിക്കാരൻ എപ്പോഴും ചെറിയ തുള്ളിയായിരിക്കും. അതായത് യജമാനിന് കിട്ടുന്ന ഒരു എന്താ പറയാ പ്രയോറിറ്റീസോ അല്ലെങ്കിൽ പ്രിഫറൻസസോ ഒന്നും ആർക്ക് കിട്ടില്ല? നമ്മുടെ തൊഴിലാളിക്ക് കിട്ടില്ല എന്നാ പറയുന്നത്. തൊഴിലാളി എന്നും ചെറിയൊരു തുള്ളി മാത്രമായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടാ. സുഖായ ഭാത്, വരൾച്ച അല്ലെങ്കിൽ വെള്ളപ്പൊക്കം. സാഹബ് എന്ന് പറഞ്ഞ യജമാനൻ, ആംഗൻ എന്ന് പറഞ്ഞ മുറ്റം, എപ്പോഴും എന്തായിരിക്കും എന്നാ പറയണേ? ചെറിയ തുള്ളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് എഴുതിയിരിക്കുന്നത് ഗോപാൽ ബാബു ശർമ്മ എഴുതിയിരിക്കുന്നതാണ്. ഗോപാൽ ബാബു ശർമ്മ എഴുതിയിരിക്കുന്ന അടുത്ത ഹൈക്യൂല് പറയുന്നത്, പിതാനെ ഡൂണ്ടി ലാട്ടിയാം ബുഡാപ്പേക്ക് ദിക്തി നെഹി. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, പിത എന്ന് പറഞ്ഞാൽ അച്ഛൻ, ഡൂണ്ടി എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എടാ, ലാട്ടിയാം എന്ന് പറഞ്ഞാൽ വടി, ബുഡാപ്പേക്ക് എന്ന് പറഞ്ഞാൽ വയസ്സുകാലത്തെ, ദിക്തി നെഹി കാണുന്നില്ല. എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, അച്ഛൻ അന്വേഷിക്കുകയാണ് വയസ്സായ സമയത്ത് എന്തിന്? ഒന്ന് കുത്തിപ്പിടിച്ച് നടക്കാൻ വേണ്ടി വടി. പക്ഷെ എന്താണ്? ആ വടി കാണുന്നില്ല എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? അതായത് അച്ഛൻ തെരഞ്ഞു അല്ലെങ്കിൽ പിതാവ് തെരഞ്ഞു എന്ന് പറയാം. പിതാവ് തെരഞ്ഞു എന്താണ്? വയസ്സുകാലത്ത് ഒന്ന് കുത്തിപ്പിടിക്കാൻ വേണ്ടി ഊന്നുവടി എന്നാ പറയാ. ഊന്നുവടീനെ അദ്ദേഹത്തിന് എവിടെയും കണ്ടെത്താനായില്ല എന്നാ പറയുന്നത്. അതിന്റെ ഇന്നർ മീനിങ് ഇതാണ്. ഇന്നത്തെ കാലഘട്ടത്തില് എന്താ പറയാ, പാരൻസ് കുട്ടികളുമായിട്ട് ജീവിക്കുന്നു. അവസാനം വയസ്സാവുന്ന സമയത്ത് പാരൻസിനെ ആര് നോക്കില്ല? കുട്ടികൾ നോക്കില്ല. കാരണങ്ങൾ പലതായിരിക്കും. ചിലപ്പോൾ കുട്ടികൾ അബ്രോഡ് ആയിരിക്കും, അതല്ലെങ്കിൽ ചില ആൾക്കാർ പാരൻസിനെ നോക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെ ഇന്നത്തെ കാലത്ത് വയസ്സായ ആൾക്കാർ ഒറ്റപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അവരെ നോക്കാൻ ആളില്ലാതെ പോകുന്നു, അവർക്കൊരു ആശ്രയം ഇല്ലാതെ പോകുന്നു. ഇവിടെ ആശ്രയമായിട്ട് ഊന്നുവടീനെയാണ് കാണിച്ചേക്കണേ. അപ്പൊ ആശ്രയം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഇന്നർ മീനിങ് കേട്ടോ. അടുത്ത ഹൈക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമല നിഖുർപ്പ എഴുതിയിട്ടുള്ളതാണ്. എന്താണ്? കമല നിഖുർപ്പ എഴുതിയതാണ് അടുത്ത ഹൈക്യു. ഇതാണ് ഡൂണ്ടത്തി രഹി ബർഫീലി നഗരി മേം നേഹ് കി ആഞ്ച്. ഡൂണ്ടത്തി രഹി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡൂണ്ടത്തി അറിയാം, തെരഞ്ഞ് അല്ലെ, തെരയെ അന്വേഷിക്കുക, അന്വേഷിച്ചുകൊണ്ടിരുന്നു. എവിടെയാണ്? ബർഫീലി നഗരി മേം. ബർഫീലി എന്ന് പറഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞ നഗരം കേട്ടോ. നഗരി എന്ന് പറഞ്ഞാൽ നഗരം തന്നെ.
ബർഫീലി നഗരി മീൻ മഞ്ഞ് നിറഞ്ഞ നഗരത്തില് നേഹ്കി ആഞ്ച്. നേഹ്കി ആഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, സ്നേഹത്തിന്റെ എന്താ പറയാ, ആഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഊഷ്മളത എന്നൊക്കെ പറയൂ കേട്ടോ. സ്നേഹത്തിന്റെ ഊഷ്മളതയ്ക്ക് വേണ്ടിയിട്ട് അവിടെ എല്ലായിടത്തും തെരഞ്ഞു എന്നാ പറയുന്നത്. അതായത് മഞ്ഞ് നിറഞ്ഞ നഗരത്തിലെ സ്നേഹത്തിന്റെ ഊഷ്മളതയ്ക്ക് വേണ്ടി തെരഞ്ഞു എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂടാ. ഊഷ്മളത എന്ന് പറഞ്ഞാൽ ചൂട് എന്നുള്ളൊരു മീനിങ് ഉണ്ട്, ചെറിയൊരു ചൂടിനെയാണ് പറയാ. അപ്പൊ ഈ മഞ്ഞ് നിറഞ്ഞ നഗരാണ്, അവിടെ എവിടെയെങ്കിലും ചൂടുണ്ടാവോ? ചൂടുണ്ടാവണമെങ്കിൽ നമ്മൾ തീ കത്തിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ അത് ആ ഒരു ചൂടിനെ അന്വേഷിച്ചുകൊണ്ട് നടന്നു. അത് എന്ത് ചൂടാണെന്നാണ് ഇവിടെ പറയണേ? സ്നേഹത്തിന്റെ ചൂടിനെ അന്വേഷിച്ചു നടന്നു എന്നാണ് ഈ പറയുന്നത് കേട്ടാ. അതാണ് ഈ വരികളുടെ അർത്ഥം. ഇനി ഇതിന്റെ ഇന്നർ മീനിങ് എന്താ നോക്കാം നമുക്ക്. ഇന്നർ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നല്ല മഞ്ഞുള്ള സ്ഥലത്ത് എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക? മരവിപ്പായിരിക്കും ഉണ്ടാവുക അല്ലെ. മരവിപ്പായിരിക്കും. നമുക്ക് നല്ല മഞ്ഞാണ്, മരവിച്ചായിരിക്കും ഒടിക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ്? കുറച്ച് ചൂട് വേണം. അത് എങ്ങനെയുള്ള ചൂടാണ്? സ്നേഹത്തിന്റെ ചൂടാണ് വേണ്ടത്. അപ്പൊ അവിടെ പറയും, ഇവിടുത്തെ മീനിങ് എന്താ വെച്ചാൽ ആ ഒരു സ്നേഹത്തിന്റെ ചൂട് ആര് നൽകിയാലും അവിടെ ആരെയും വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വശത്താക്കാനായിട്ട് നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ഒരു മനസ്സ് കുറെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. അവിടെ കുറച്ച് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മനസ്സിനെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നാണ് ഈ പറഞ്ഞ ഹൈക്യൂവിന്റെ മീനിങ് കേട്ടോ. അപ്പൊ ഈ ഹൈക്യൂ 3 എണ്ണത്തിന്റെ അർത്ഥവും അതിന്റെ ഇന്നർ മീനിങ്ങും ആണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞത്. ഇത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ? ആദ്യം കേൾക്കുക, പിന്നെയും ഒരു 2-3 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇനി ഈ ഭാഗത്ത് നിന്ന് വരുന്ന നമുക്കുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരിക കേട്ടോ മിക്കവാറും. അപ്പൊ ആ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ വായിക്കുക, ഇതൊക്കെ കേൾക്കുക നന്നായിട്ട്. അപ്പൊ നന്നായി പഠിക്കുക. അപ്പൊ ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത ഒരു ഹിന്ദി ക്ലാസ്സുമായിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.